നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ള സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് ബാർ കാഷ്യർ, അതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഒഴിവുണ്ട്. ഈ ഒഴിവുകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ഉന്നയിച്ചിട്ടുണ്ടാകെ 200ഓളം ഒഴിവുകളാണുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം കൂടി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റായ www.csebkerala.org എന്ന സൈറ്റിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, നോട്ടിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെക്രട്ടറിമാരുടെ ഒരു ഒഴിവാണുള്ളത്. അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെ 4 ഒഴിവുകളും, ജൂനിയർ ക്ലർക്ക്മാർ കാഷ്യർമാരുടെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ 160 ഒഴിവുകളാണുള്ളത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാരുടെ 2 ഒഴിവും, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ 7 ഒഴിവുകളുമാണ് ഉള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിൻ്റെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ SC കാരായിട്ടുള്ളവർക്ക് 5 വർഷവും, OBC നോൺ ക്രീമില്ലാത്തവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നമുക്ക് അതിൻ്റെ യോഗ്യത കൂടി നോക്കാം. സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത HDC ആൻഡ് BM, അതോടൊപ്പം 7 വർഷത്തെ പ്രവൃത്തിപരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായതിനു ശേഷം 5 വർഷം പ്രവൃത്തിപരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 7 വർഷം പ്രവൃത്തിപരിചയം ഉണ്ടെങ്കിൽ അവർക്ക് സെക്രട്ടറി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് 50% മാർക്കോടെ ബിരുദം നേടിയതിനു ശേഷം JDCയോ അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ക്ലർക്ക് കം കാഷ്യർ എന്ന് വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളത്. അതോടൊപ്പം JDC കൂടെ പാസ്സായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ HDC ആൻഡ് BM ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്ക് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, BTech IT, BTech കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ ഏതെങ്കിലും ഒരു ബിരുദം, അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc ഉള്ളവർക്കും അപേക്ഷിക്കുക. ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ MSc അല്ലെങ്കിൽ MCA ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത ഏതെങ്കിലും ബിരുദത്തോടൊപ്പം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവരായിരിക്കണം. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. ഒരു ബാങ്കിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി 150 രൂപയാണ് അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ. എന്നാൽ SC കാരാണെന്നെങ്കിൽ 50 രൂപ കൊടുത്താൽ മതിയാവും. പിന്നീട് തുടർന്ന് വരുന്ന ഓരോ പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി, ഓരോ ബാങ്കിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി 50 രൂപ എക്സ്ട്രാ കൊടുക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. www.csebkerala.org എന്ന സൈറ്റിൽ പോയിട്ട് ആ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് അത് പിന്നീട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് സൂക്ഷിക്കുക. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് 2025 മാർച്ച് 25 മുതൽ ഏപ്രിൽ 30 വരെയാണ് അവസരം. ഈ അവസരം താല്പര്യമുള്ളവർ പരമാവധി ബന്ധപ്പെടുത്തുക. കേരളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിരം ജോലിയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. എല്ലാ ഡീറ്റെയിൽസും www.csebkerala.org എന്ന സൈറ്റ് ലഭ്യമാണ്. അപ്പോൾ ഈ സൈറ്റ് വഴി 2025 മാർച്ച് 30 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ഇത്ര നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താല്പര്യമുള്ള അവസരം പരമാവധി ബന്ധപ്പെടുത്തുക. Thank you.